എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കണ്ടൻസ് മിൽക്ക് ആണ്. കണ്ടൻസ് മിൽക്ക് ഉപയോഗിച്ച് പല രീതിയിലുള്ള സ്വീറ്റ് ഡിഷസ് നമ്മൾ തയ്യാറാക്കാറുണ്ട്. എഗ്ലെസ് കേക്കുകള്, പായസം, ഹൽവ, ഐസ്ക്രീം എന്നിങ്ങനെ. സാധാരണ രീതിയിൽ ക്യാൻഡ് കണ്ടൻസ് മിൽക്ക് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ഫ്രഷ് ആയിട്ടുള്ള കണ്ടൻസ് മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്, അതായത് സാധാരണ പാല്, ക്രീമൊന്നും മാറ്റാത്ത സാധാരണ പാല്. ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിലേക്ക് ഞാനിനി 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ പാൽ എത്ര എടുക്കണോ അതിന്റെ പകുതി. അതായത് 500 ml പാലെടുക്കണമെന്നുണ്ടെങ്കിൽ 250 ഗ്രാം പഞ്ചസാര. പിന്നെ പഞ്ചസാര നമുക്ക് കുറച്ചും ചേർക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറവൊക്കെ ചേർത്താലും മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കണ സമയത്ത് നമുക്ക് ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഇതിലേക്ക് ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം പാലിപ്പോ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര മെൽറ്റ് ആയിട്ട് വരുമ്പോ ഇതൊന്നും കൂടി ഒന്ന് ലൂസായിട്ട് മാറും. കണ്ടില്ലേ, വളരെ ലൂസാണ്. ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരട്ടെ. ഇനി നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുമ്പോൾ ഒരു കുറച്ച് വലിയ പാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ തിളച്ച് മുകളിലേക്ക് പൊങ്ങി വന്നാലും പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല പുറത്തേക്ക്. ഈ ഒരു സ്റ്റേജിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. കണ്ടില്ലേ, ഇതിന്റെ കളർ ഇപ്പോൾ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്യരുത്, ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് പൊന്തിപ്പോവും. കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എപ്പോഴും നിൽക്കണം. നമ്മൾ സാധാരണ ടിൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ഉപയോഗിക്കാറ്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസിയാണ്. ഇപ്പൊ ഇത് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാവണം, ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു സ്റ്റേജിലൊക്കെ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ സമയത്ത് ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മുകളിലേക്ക് പെട്ടെന്ന് പൊങ്ങി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിപ്പോ തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി? ഈ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് തിക്കായിട്ട് ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് മാറും. പിന്നെ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടി തിക്കായിട്ട് മാറും. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒരുപാട് കട്ടയായിട്ട് മാറും ഇത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതിന്റെ കളറും സ്ട്രക്ചറും ഒക്കെ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ കണ്ടൻസ്ഡ് മിൽക്കിന്റെ പോലെ തന്നെയാണ്. ഞാനിത് തണുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.